അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. പക്ഷേ ഈ ചൊറിഞ്ഞാലും പഠിക്കാത്തവരെ കുറിച്ച്, അറിയാത്തവരെ കുറിച്ച് എന്ത് പറയാൻ? ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളി നടത്തി രംഗത്ത് വന്ന പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടി നമ്മളെല്ലാവരും കണ്ടതാണ്. ലോകം മുഴുവനും അതറിഞ്ഞു. നാണം കെട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ പോയി ബങ്കറിൽ ഒളിച്ച ഒരു ചെറിയ ഓപ്പറേഷനായിരുന്നു ഇന്ത്യ നടത്തിയത്. ഇന്ത്യക്ക് ആകെ ഉണ്ടായിരുന്ന ലക്ഷ്യം പാക് മണ്ണിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സൈന്യത്തിന് നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു, നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. അതേസമയം അവിടുത്തെ സാധാരണ പൗരന്മാരെയോ സൈനിക താവളങ്ങളെയോ ഞങ്ങൾ ആക്രമിക്കില്ല. വളരെ വ്യക്തമാണ്. അങ്ങനെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ നമുക്കെതിരെ മിസൈലുമായിട്ടാണ് പാകിസ്ഥാൻ ആദ്യം രംഗപ്രവേശം ചെയ്തത്. ഇന്ത്യക്ക് നേരെ വിവിധ മിസൈലുകൾ തൊടുക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടു. എങ്ങനെയാണ് ഞങ്ങൾ നാണം കെട്ടത്, ഞങ്ങൾ തോറ്റത് എന്നിപ്പോൾ പാകിസ്ഥാൻ തന്നെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂര് ആരംഭിച്ചു, നമ്മൾ അങ്ങോട്ട് പോയി ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു കഴിഞ്ഞപ്പോൾ പാക് സൈന്യം നമുക്കെതിരെ മിസൈലുകൾ ഉപയോഗിച്ചാണ് പ്രത്യാക്രമണം നടത്തിയത്. ഈ ഫത്ത-1, ഫത്ത-2 എന്ന 2 മിസൈലുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് പാകിസ്ഥാൻ വലിയ വീരവാദം മുഴക്കിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ അങ്ങ് അടിച്ച് തകർക്കാം എന്ന് പറഞ്ഞാണ് ഇത് രണ്ടുമായിട്ട് രംഗത്ത് വന്നത്. സത്യത്തിൽ ഇത് രണ്ടും മിസൈലുകളെ അല്ല, ഇത് രണ്ടും റോക്കറ്റുകളാണ്. റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്ന് അയക്കുന്ന ആർട്ടിലറി റോക്കറ്റുകൾ ആണ് ഈ ഫത്ത-1ഉം ഫത്ത-2ഉം. ഫത്ത-1ന് 140 കിലോമീറ്ററാണ് ദൂരപരിധി. അതുപോലെ ഫത്ത-2ന് 200 കിലോമീറ്റർ. അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവ് ഈ റോക്കറ്റുകൾക്കില്ല, അല്ലെങ്കിൽ ഈ മിസൈൽ എന്ന് പറയുന്ന പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന ഈ ആയുധത്തിന് ഇല്ല. ഇവയെ വളരെ നിസ്സാരം നമ്മുടെ റഡാറുകൾ കണ്ടെത്തുകയും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ നശിപ്പിക്കുകയും ചെയ്തു, ഈ ഫത്ത-1നെയും ഫത്ത-2നെയും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഫത്ത-1ഉം ഫത്ത-2ഉം മിസൈലുകളല്ലെന്നും പാകിസ്ഥാന്റെ കൈവശം അത്തരത്തിലുള്ള മിസൈലുകൾ ഇല്ലെന്നും ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവരുടെ ഈ ഇന്ത്യക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO എന്ന് പറയുന്ന ഒരു പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്ന, പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ ആവിഷ്കരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ ഈ പാകിസ്ഥാന്റെ കീഴിൽ പാകിസ്ഥാനും ഈ ആയുധ വികസനത്തിന് വേണ്ടിയിട്ടൊരു സ്ഥാപനമുണ്ട്. നാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് കമ്മീഷൻ, നെസ്കോം എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഈ ഫത്ത വികസിപ്പിച്ചതെന്നാണ് പാകിസ്ഥാൻ അവകാശവാദം മുഴക്കിയിരുന്നത്. ഇപ്പോൾ വ്യക്തമായി ഫത്ത ഒരു മിസൈൽ അല്ല, അത് വെറും റോക്കറ്റാണ് എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഇതാ അവർ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി രംഗത്തെത്തിയിരിക്കുകയാണ് അസിം മുനീറിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി. അതായത് ഫത്ത-4 ഞങ്ങൾ വികസിപ്പിക്കാൻ പോവാണ്. അത് 780 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാകും. അത് സൂപ്പർസോണിക്, ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലായിരിക്കും എന്നാണ് അവരുടെ അവകാശവാദം. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു വിവരങ്ങളും ലഭ്യമല്ല. ഇങ്ങനെ ഒരു ആയുധം കൈവശം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാൻ ആൾക്കാർ വരും. നമുക്കറിയാം, ഇപ്പോൾ ബ്രഹ്മോസ് നമ്മുടെ കൈവശമുണ്ട്. ബ്രഹ്മോസിന് വലിയ വിപണിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. ബ്രഹ്മോസിന് ആവശ്യക്കാർ ഏറെയുണ്ട്. പക്ഷേ ഈ പാകിസ്ഥാന്റെ ഫത്ത എന്ന് പറയുന്ന ഈ ആയുധത്തെ, ഈ മിസൈൽ എന്ന് അവർ അവകാശപ്പെടുന്ന ഈ ആയുധത്തെ ലോകത്ത് ഒരു മാർക്കറ്റിലും അത് ദൃശ്യമല്ല, അത് കാണാനില്ല, അതിന് ആവശ്യക്കാരുമില്ല. പിന്നെ എന്തിനാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക്
ഉത്തരം പറയാൻ കഴിയില്ല. എന്തായാലും ഇന്ത്യയുടെ ആകാശ് പ്രതിരോധ മിസൈലുകൾക്ക് മുന്നിൽ ഈ ഫത്ത തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടത്. അവിടുന്ന് ഫത്ത 1, 2 എന്നീ മിസൈലുകൾ അയച്ചു. ഈ 1, 2 മിസൈലുകൾ ഈ ആർട്ടിലറി റോക്കറ്റുകളാണ്. അതെല്ലാം പാക് മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കുന്നതിന് മുമ്പ് നമ്മുടെ റഡാറുകൾ അവയെ കണ്ടെത്തി നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും നമ്മുടെ ആകാശ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം പാക് മണ്ണിൽ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ ഈ പറയുന്ന ഈ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ പലതും പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പുതിയ മിസൈലിന് രൂപം നൽകും. 750 കിലോമീറ്റർ ശബ്ദവേഗത്തിൽ ദൂരപരിധിയുള്ള 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന ഭൗമോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഭൗമ ഉപരിതലത്തിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന മിസൈലാണ് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇതിന് ടെറൈൻ ഹഗ്ഗിംഗ് എന്നാണ് പറയുക. അത്തരത്തിലുള്ള മിസൈലുകളെ റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സൈന്യം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നു. ഏത് തരത്തിലുള്ള മിസൈലുകളും നിങ്ങൾ ഉപയോഗിച്ചോളൂ, റോക്കറ്റുകൾ ഉപയോഗിച്ചോളൂ, ഡ്രോണുകൾ ഉപയോഗിച്ചോളൂ, ഞങ്ങൾ അവയെ എല്ലാം വളരെ കൃത്യമായി കണ്ടെത്തിയിരിക്കും. ഞങ്ങളുടെ വ്യോമ നിരീക്ഷണ സംവിധാനം അത്ര ശക്തമാണ്. നമുക്ക് ആകാശത്ത് റഡാർ മാത്രമല്ല, ആകാശത്ത് റഫേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ വിമാനങ്ങൾ ആകാശത്ത് നമ്മുടെ വ്യോമാതിർത്തിക്കുള്ളിൽ പറന്നുകൊണ്ട് നിങ്ങളുടെ അതിർത്തിയിൽ നിന്ന് വരുന്ന, അതിർത്തിക്കപ്പുറത്ത് നിന്ന് നിങ്ങളുടെ ഭൂപ്രദേശത്തു നിന്ന് വരുന്ന ഏത് മിസൈലിനെയും, ഏത് റോക്കറ്റിനെയും, ഏത് ഡ്രോണിനെയും തച്ച് തകർക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യം ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഫത്ത 4 എന്ന് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മിസൈലിനെ കുറിച്ച് ഇന്ത്യൻ സൈന്യം ചില വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത് സൂപ്പർ സോണിക് അല്ല, അത് സൂപ്പർ സോണിക്കിന് തൊട്ട് താഴെ നിൽക്കുന്ന, അതായത് ശബ്ദത്തെക്കാൾ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. പക്ഷെ അത്രയും വേഗത്തിൽ അല്ല അത് സഞ്ചരിക്കുന്നത്, അതിനേക്കാൾ അതിന് വേഗം കുറവാണ്. അപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള Su-30, അതുപോലെ AKI, അതുപോലെ റഫാൽ, ഈ വിമാനങ്ങൾക്കെല്ലാം തന്നെ ഇതിനെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ റഡാർ സംവിധാനങ്ങൾക്കും ഇവയെ കണ്ടെത്തി, അതായത് ആകാശ്, സ്പൈഡർ, ബരാക് 8 എന്നീ സംവിധാനങ്ങൾക്ക്, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ സൈന്യം ഇതിന് നൽകിയ മറുപടി. എന്തായാലും ഈ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ കടന്നു പോകാനുള്ള ശേഷി ഈ പാകിസ്ഥാൻ പറയുന്നത് പോലെ അവരുടെ മിസൈലുകൾക്കോ റോക്കറ്റുകൾക്കോ ഒന്നും തന്നെ ഇല്ല. 330 കിലോഗ്രാം പോർമുന വഹിക്കാൻ കഴിയുന്ന മിസൈലാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മളത് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടു എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന്. അതേസമയം നമ്മുടെ ബ്രഹ്മോസ് വളരെ കൃത്യമായിട്ട് ക്രൂയിസ് മിസൈലാണ്. അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് 12 വ്യോമതാവളങ്ങൾ തകർക്കാൻ നമ്മൾ ഉപയോഗിച്ചത് ബ്രഹ്മോസ് മിസൈലിനെയാണ്. അങ്ങനെ ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടാണ് നമ്മൾ പാകിസ്ഥാന്റെ 12 വ്യോമതാവളങ്ങൾ തകർത്തത്. കിരാന കുന്നുകൾക്ക് അടുത്തുള്ള, അതായത് അവരുടെ ആണവ ശക്തി കേന്ദ്രം ആയി കരുതപ്പെടുന്ന കിരാന കുന്നുകൾക്കടുത്തു പോലും നമുക്ക് എത്താൻ സാധിച്ചു. നമ്മുടെ മിസൈലുകൾ അതിനടുത്തു വരെ എത്തി. മനഃപൂർവ്വമാണ് നമ്മൾ ആ ആണവ ബങ്കറുകൾ, അല്ലെങ്കിൽ ഈ അവരുടെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബങ്കറുകൾ നമ്മൾ ഒഴിവാക്കിയത്. മറിച്ച് ഭാരതം ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ നമ്മുടെ സൈന്യം ആ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിരുന്നെങ്കിൽ ആ ബങ്കറുകൾ അടക്കം, ആ ആണവ കേന്ദ്രങ്ങൾ അടക്കം ഭസ്മമായി പോയേനെ എന്നുള്ളതാണ് സത്യം.